എടുത്തി നിങ്ങൾ എരുന്ന് വാങ്ങി ശിക്ഷ ചെയ്ത് നിങ്ങളിത് അർഹിക്കുന്നുണ്ട്. എങ്കിലും നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് വിഷമമുണ്ട്. പോടി, ആർക്ക് കാണണം നിന്റെ വിഷമം? ഇതിന് നിന്നോട് ഞാൻ പ്രതികാരം ചെയ്യും. നീ മനസ്സിൽ കുറിച്ചു വെച്ചോ. അവന്തിക ആരാണെന്ന് നീ അറിയും. അതിപ്പോ ഇവിടെ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞല്ലോ. ഏതൊരു പെൺകുട്ടിയും കല്യാണം കഴിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന വിധത്തിലുള്ളൊരു കുടുംബമായിരുന്നു ഇത്. ഇവിടെ എല്ലാവർക്കും പരസ്പരം സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വന്നു കയറുന്ന പെൺകുട്ടികൾക്ക് സ്വന്തം അച്ഛനേക്കാളും സ്നേഹമുള്ളൊരച്ഛൻ, നല്ല സഹോദരങ്ങൾ. ഇതുപോലൊരു വീട് എവിടെ കിട്ടാനാ? ആ സ്നേഹ വീട്ടിലേക്കാ നിങ്ങൾ വിഷം കോരി ഒഴിച്ചത്. സച്ചിയുടെ ഭാര്യയായി ഈ വീട്ടിലേക്ക് ഞാൻ ആദ്യം കയറി വരുമ്പോൾ ഞാൻ ഏറ്റവും വലിയ തണലായി കണ്ടിരുന്നത് ഏട്ടത്തിയമ്മയായ നിങ്ങളെയായിരുന്നു. മനസ്സിലൊരല്പം നന്മയുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെയൊക്കെ ഏട്ടത്തിയമ്മയായി ഒരു റാണിയെ പോലെ നിങ്ങൾക്ക് ഇവിടെ വാഴാമായിരുന്നില്ലേ? സ്വന്തം പ്രവൃത്തിയുടെ ദോഷം അതുകൊണ്ടാ ഇപ്പൊ നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെടുന്നതും. അതിന് മറ്റാരും ഉത്തരവാദിയല്ല. ഒരു ദിവസം നിങ്ങൾ തിരിച്ചറിഞ്ഞോളൂ. നീ മാത്രാ എനിക്കെല്ലാം നഷ്ടപ്പെട്ടാനുള്ള ഉത്തരവാദി. ഇതിന് നിന്നോട് എനിക്ക് പ്രതികാരം ചെയ്തേ പറ്റൂ. പ്രതികാരം? ഇത്രയും നാളും ആ ചിന്ത മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൽ. എന്നിട്ട് എന്ത് നേടി? എടുത്തി, സ്നേഹവും നന്മയൊക്കെ വണ്ടേ അല്ല. അതൊക്കെ തിരിച്ചു കിട്ടണമെങ്കിൽ നമ്മളോ ആർക്കെങ്കിലും അതൊക്കെ കൊടുക്കണം. ഇല്ലെങ്കിൽ ജീവിതം ഇതേപോലെ ശൂന്യായി പോവും. എനിക്ക് നിങ്ങളോട് സഹതാപം മാത്രമേ ഉള്ളൂ. ഇനി ഒരു വാക്ക് മാത്രമേ ബാക്കിയുള്ളൂ. ഗുഡ് ബൈ.